ഗുഡ് മോർണിംഗ് ഓൾ. എനിക്കറിയാം നിങ്ങളെല്ലാവരും വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണെന്ന്, ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താണെന്നറിയാം. പക്ഷേ ഇന്നലെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ഷോർട്ട് വീഡിയോ പോലും ഇടാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഇന്ന് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയണം. അതുകൊണ്ട് തന്നെ ഷോർട്ട് വീഡിയോ അല്ല, ലോങ് വീഡിയോ ആയിട്ട് തന്നെ ഇത് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ രാവിലെ 5:30 ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട്. അപ്പം നമ്മൾ പോകുന്നത് ഗോകുലം മെഡിക്കൽ കോളേജിലേക്കാണ് കേട്ടോ, ട്രിവാൻഡ്രം. അപ്പം നമുക്ക് ഇവിടെ നിന്നൊരു 2 മണിക്കൂർ ഏകദേശം യാത്രയുണ്ട് ഹോസ്പിറ്റലിലേക്ക്. അപ്പം നമ്മൾ ഈ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ദിനുവിൻ്റെ അച്ഛൻ്റെ ഒരു സർജറി കഴിഞ്ഞിട്ട് 1 വർഷം ആകുന്നതേ ഉള്ളൂ. അവിടുത്തെ ഡോക്ടർ സുരേഷ് പിള്ള എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടർ, സ്പൈൻ സർജനാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും ഡോക്ടറെ കുറിച്ചിട്ട് നമുക്ക് നല്ല അഭിപ്രായം പലയിടത്തുനിന്ന് കിട്ടിയതുകൊണ്ടാണ് അച്ഛൻ അവിടെ പോയി ചെയ്യാനായിട്ട് കാരണം. അപ്പം അച്ഛൻ ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് ഡോക്ടറുമായിട്ട് ഒരു പരിചയമുണ്ട്. അത് മാത്രമല്ല നമുക്കൊരു വിശ്വാസമുണ്ട്. അപ്പം എന്തായാലും എനിക്ക് നടുവേദന തുടങ്ങിയ സമയം തൊട്ടേ അച്ഛൻ പറയുന്നതാണ് ഈ ഡോക്ടറെ വന്നൊന്ന് കാണിക്കണം എന്ന്. അപ്പം നമ്മൾ ട്രാവലിങ്ങും പിള്ളേരുടെ കാര്യവും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഓർത്തിട്ടാണ് വേണ്ട അന്ന് അവിടെ തന്നെ കാണിച്ച് കുറയുന്നെങ്കിൽ കുറയട്ടെ എന്ന് വെച്ചിരുന്നത് കേട്ടോ. പക്ഷെ കുറയുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് നമ്മൾ ഈ ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് അമ്പലത്തിലൊക്കെ കയറി ഒന്ന് തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ ചെട്ടികുളങ്ങര അമ്പലത്തിലും അതുപോലെ ദിനു പുതുശ്ശേരി അമ്പലത്തിലും കയറി തൊഴുതിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛന്മാരാണ് കേട്ടോ കൂടെ വരുന്നത്. അമ്മ വന്നിട്ടില്ല, കാരണം എല്ലാവർക്കും കൂടെ പോകാനായിട്ട് ഇത്രയും ദൂരം ബുദ്ധിമുട്ടാണ്. പിന്നെ വീട്ടിലാണെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ളത് കൊണ്ട് അമ്മ വീട്ടിൽ നിൽക്കാം, അച്ഛന്മാർ വരട്ടെ എന്നും പറഞ്ഞിട്ട് അച്ഛന്മാരാ കൂടെ വന്നത്. മാത്രമല്ല ദിനുവിൻ്റെ അച്ഛന് 3 മാസം കഴിഞ്ഞിട്ടൊരു ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏതായാലും പോകുന്നത് കൊണ്ട് തന്നെ അവിടെ അച്ഛനും കൂടെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ തൊഴുതിട്ടൊക്കെ ഇറങ്ങി എല്ലാം ദൈവത്തിന് സമർപ്പിച്ചിട്ട് എല്ലാം നല്ലതായിട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങി. തനു ആണെങ്കിൽ അച്ഛന്മാരുടെ കയ്യിലിരിക്കത്തില്ല കേട്ടോ, തന്നെ സീറ്റിലിരിക്കണം, അവർ തുടരുതെന്നും പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു. അങ്ങനെ തനു അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് മഴയൊക്കെ തന്നെയായിരുന്നു. നമ്മളൊരു ഹോസ്പിറ്റലിൽ അടുക്കാറായപ്പോഴത്തേക്കും ആര്യാസ് കണ്ടപ്പോൾ എന്നാൽ കഴിച്ചിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ കഴിക്കാൻ കയറി. മസാല ദോശയും ഉഴുന്നുവടയും സാമ്പാറും ചമ്മന്തിയൊക്കെ ആയിട്ട് വലിയ കുഴപ്പമില്ല, അത്ര നല്ലതുമല്ല, അങ്ങനെ ഒരു മസാല ദോശയായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മളത് കഴിച്ചു. കാരണം ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നാൽ എപ്പോഴാണ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത്, ഞാനും ദിനു ആദ്യമായിട്ടാണ് വരുന്നത്. അങ്ങനെ നമ്മൾ ഗോകുലം ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ വന്ന് അച്ഛന് പിന്നെ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് നമുക്ക് വലിയ ടെൻഷനൊന്നുമില്ലായിരുന്നു. അങ്ങനെ വന്നു കഴിയുമ്പം നമ്മൾ ടോക്കൺ എടുക്കണം. ആദ്യം ടോക്കൺ എടുത്തിട്ട് അതനുസരിച്ചിട്ട് നമ്മളെ OPയിൽ വിളിച്ചിട്ട് നമ്മൾ പിന്നെ അവിടെയാണ് നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് നമ്മൾ, കാരണം ആദ്യം രജിസ്ട്രേഷൻ ചെയ്യണമല്ലോ നമ്മുടെ ആദ്യത്തെ അപ്പോയിൻമെൻ്റ് ആകുമ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് അറിയത്തില്ലാത്തവരാണെങ്കിൽ പെട്ടുപോകും കേട്ടോ. ആദ്യമായിട്ടൊക്കെ വരുമ്പം ഒന്നും അറിയത്തില്ലാത്തവരാണെങ്കിൽ നമ്മൾ ചോദിച്ചിട്ടൊക്കെ വേണം, കാരണം അല്ലെങ്കിൽ നമ്മളവിടെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ടോക്കൺ നമ്പർ അവിടെ ഇരുന്ന് വിളിക്കും, നമ്മൾ അറിയത്തില്ല. അങ്ങനെ ടോക്കൺ എടുക്കുന്നിടത്ത് വന്നിരുന്നു. അപ്പോൾ തന്നെ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയി നമ്മൾ രജിസ്ട്രേഷനൊക്കെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് അവർ ഫയല് നമ്മൾ ഏത് ഡോക്ടറെയാണോ കാണുന്നത് അങ്ങോട്ടേക്ക് വിടും. അപ്പോൾ നമ്മൾ അങ്ങനെ പെട്ടെന്ന് ടോക്കണൊക്കെ വിളിച്ച് ഫയലൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഡോക്ടറെ കാണാം. അപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തന്നെ തിരിച്ച് ബാംഗ്ലൂർക്ക് പോകാം. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തൊട്ട് തനു ഭയങ്കര ഹാപ്പിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളിങ്ങനെ എല്ലാവരോടും സംസാരിക്കാനും എല്ലാവരുടെയും കൂടെ പോകാനും ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ്. അപ്പം നമ്മളുടെ കയ്യിലിരിക്കത്തില്ല, എപ്പോഴും ആരെങ്കിലും വിളിച്ച് അവരുടെ കൂട്ടത്തിൽ പോകും. ആരും വിളിച്ചില്ലെങ്കിലും അവരെ പോയി തോണ്ടി വിളിച്ചിട്ട് അവരുടെ കൂട്ടത്തിൽ പോകുന്നൊരു സ്വഭാവമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഡോക്ടറുടെ OPയുടെ അവിടെ വന്നിരുന്നു. നമ്മൾ വന്നിരുന്നപ്പം അധികം ആളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഒരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഉത്സവത്തിനുള്ള ആളായിരുന്നു ഡോക്ടറെ കാണാനായിട്ട്. പിന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. നമ്മൾ ഉച്ച വരെ ഇരുന്നു. ഉച്ച കഴിഞ്ഞാൽ ഡോക്ടറെ കാണാൻ പറ്റിയത്, അത്ര തിരക്കായിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഞാൻ വന്നിരുന്ന ഒട്ടുമിക്ക ആളുകളോടും ഡോക്ടറുടെ ഒപ്പീനിയൻ ചോദിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ സർജറി എന്നൊക്കെ പറഞ്ഞൊരു ഓപ്ഷനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയണമല്ലോ, നമ്മുടെ മാത്രം എക്സ്പീരിയൻസ് അല്ല, ഡോക്ടർ എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. ഞാൻ ചോദിച്ച ഒരാൾ പോലും ഒരു മോശം പറഞ്ഞില്ല ഡോക്ടറെക്കുറിച്ച്. എല്ലാവരും ഡോക്ടർ സൂപ്പറാണ്, നിങ്ങൾ എത്തിയിരിക്കുന്നത് കറക്റ്റ് സ്ഥലത്താണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക്
ഒത്തിരി സമാധാനമായി കേട്ടോ. പിന്നെ ഡോക്ടറെ കണ്ടപ്പോൾ എക്സ്റേ എടുക്കാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ എക്സ്റേ എടുക്കാൻ നമ്മൾ പോയി. അവിടെയും കുറേ സമയം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ 14 ദിവസത്തെ മരുന്ന് കഴിക്കുക. ആ മരുന്ന് കഴിച്ചിട്ട് പെയിൻ കുറയുന്നുണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് പെയിൻ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ സർജറിക്കായിട്ട് വരാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് സർജറി എന്ന് പ്രതീക്ഷിച്ച് വന്ന് ഞങ്ങൾക്ക് 14 ദിവസം മരുന്ന് കഴിച്ച് നോക്കാമെന്ന് ഡോക്ടർ പറഞ്ഞപ്പം വലിയൊരു സമാധാനമായിരുന്നു. കാരണം കാണിച്ച എല്ലാ ഡോക്ടർമാരും സർജറി അല്ലേ പറഞ്ഞത്. പക്ഷേ ഈ ഡോക്ടർ 14 ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യാം, 14 ദിവസം കഴിഞ്ഞിട്ടും പെയിൻ ഉണ്ടെങ്കിൽ സർജറിക്കായിട്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കുനിയാനോ വെയിറ്റ് എടുക്കാനോ പാടില്ല, കുറേ അധികം സമയം നിൽക്കാനോ ഇരിക്കാനോ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് സമയം എന്നോട് നടക്കാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഉച്ചയ്ക്കെത്തിയത് ഒരു 6 മണിയായപ്പം. അത് കഴിഞ്ഞ് പന്തളം എത്തിയപ്പോഴത്തേക്കും അച്ഛൻ അവിടെ നിന്ന് അങ്ങ് ബസ്സിന് പോകാമെന്നും പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞാവുന്ന നാളെ പോകാമെന്ന്, പക്ഷേ അച്ഛൻ ബസ്സിന് അവിടെ നിന്ന് ആകുമ്പോൾ എളുപ്പമുണ്ടെന്നും പറഞ്ഞ് അങ്ങനെ അങ്ങ് പോയി കേട്ടോ. അപ്പോൾ അച്ഛനെ വിട്ടിട്ട് പിന്നെ ഞങ്ങളങ്ങ് വീട്ടിലേക്ക് പോവുക ചെയ്തത്. എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് തനു ആണെങ്കിലും നല്ലോണം ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവത്തില്ല. കാരണം എന്നെ അറിയാത്ത നിങ്ങളെ എനിക്കും അറിയില്ല, പക്ഷെ എത്ര പേരാണ് എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നത്. ആ ഒരു പ്രാർത്ഥനയുടെ ബലം തന്നെയാണ് ഡോക്ടർ നേരിട്ട് സർജറി പറയാതെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഇനിയും കൂടെ ഉണ്ടാവണം. അങ്ങനെ തന്നെ നമുക്ക് സർജറി ഒന്നും ഇല്ലാതെ ഇങ്ങനെ മാറുവാണെങ്കിൽ അതല്ലേ നല്ലത്. അതല്ല ഇനിയിപ്പോൾ സർജറി ചെയ്യാനാണെങ്കിലും എനിക്കിപ്പോൾ ടെൻഷനില്ല. കാരണം അത്ര ബെസ്റ്റ് ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വേദനയായിട്ട് ബുദ്ധിമുട്ടുന്ന നിങ്ങൾ കുറേയധികം പേരുണ്ടല്ലോ, അവർക്ക് ധൈര്യമായിട്ട് ഈ ഡോക്ടറെ പോയി കാണാം. കാരണം ഞാൻ അവിടെ കണ്ട ആളുകളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ഡോക്ടറുടെ അടുത്ത് തന്നെയാണ് കേട്ടോ ചെന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വീട്ടിലെത്തി കുളിച്ച് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ മരുന്നൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ പോവാണേ.